പ്രധാന വാർത്തകൾ. തീവ്രവാദത്തിനെതിരായ നിലപാടിൽ മുസ്ലിം ലീഗിനൊപ്പം നിലയുറപ്പിക്കാതെ സമസ്ത. തീവ്രവാദത്തെ ന്യായീകരിക്കാൻ സമസ്തയെ ബലിയാടാക്കുന്നത് അനുവദിക്കില്ലെന്ന് സംസ്ഥാന നേതാക്കളുടെ സംയുക്ത പ്രസ്താവന. ലീഗ് ക്യാമ്പയിനെ പിന്തുണച്ച് സമസ്ത ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ചന്ദ്രികയിൽ വന്ന ലേഖനം താൻ എഴുതിയതല്ലെന്ന് ആലിക്കുട്ടി മുസ്ലിയാർ. ലീഗിനെതിരെ സമസ്ത തുറന്ന പോരിന്. സമസ്ത ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ലീഗ് മുഖപത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് തീവ്രവാദ ബന്ധമുള്ളവരെ വെള്ളപൂശാനാണെന്ന് സംയുക്ത പ്രസ്താവനയിൽ നേതാക്കൾ ആരോപിച്ചു. തീവ്രവാദത്തെ ന്യായീകരിക്കാൻ സമസ്തയെ ബലിയാടാക്കാൻ അനുവദിക്കില്ല. തീവ്ര സലഫി ജ്വരം തലയ്ക്ക് പിടിച്ചവരെയും തീവ്രവാദത്തെ ന്യായീകരിക്കുന്നവരെയും നന്നാക്കിയെടുക്കാൻ ശ്രമം നടക്കുന്നതായും സമസ്ത നേതാക്കൾ പറയുന്നു. വിവരങ്ങളുമായി കെ ഇല്യാസ് ഉണ്ട് കോഴിക്കോട് നിന്നും. ഇല്യാസ്, എന്തെല്ലാം കാര്യങ്ങളാണ് സമസ്ത നേതാക്കൾ പറയുന്നത്? സന്ധ്യ, കഴിഞ്ഞ ദിവസം ആലിക്കുട്ടി മുസ്ലിയാരുടേതായി ചന്ദ്രിക ദിനപത്രത്തിൽ വന്ന ലേഖനമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. മുസ്ലിം ലീഗ് മുസ്ലിം മതപ്രബോധകരെ വേട്ടയാടുന്നു, ഭരണകൂടം വേട്ടയാടുന്നു എന്നുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ഈ ക്യാമ്പയിന്റെ ഉദ്ഘാടന ദിവസമാണ് ചന്ദ്രികയിൽ സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ പേരിൽ ഒരു ലേഖനം വന്നത്. എന്നാൽ പിന്നീട് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കത്തെ നിഷേധിച്ചുകൊണ്ടും ഈ ലേഖനം താനല്ല എഴുതിയത് എന്ന് പറഞ്ഞുകൊണ്ടും സമസ്ത ജനറൽ സെക്രട്ടറി തന്നെ മുന്നോട്ട് വരികയും ചന്ദ്രിക അധികൃതർക്ക് ഇത് സംബന്ധിച്ച് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. താൻ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടില്ല, തന്റെ പേരിൽ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയത് ശരിയായില്ല, ഇത്തരം സംഗതികൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പോട് കൂടിയാണ് ആ കത്ത് അവസാനിച്ചത്. എന്നാൽ ഇന്ന് വീണ്ടും, അതായത് സമസ്തയും ലീഗും തമ്മിലുള്ള ഈ ഭിന്നത രൂക്ഷമാക്കിക്കൊണ്ടാണ് ഇന്ന് സമസ്തയിലെ ചില നേതാക്കളുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയുടെ നേതൃത്വത്തിൽ 8 സമസ്ത നേതാക്കളുടെ സംയുക്ത പ്രസ്താവനയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത്, സമസ്ത ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ചന്ദ്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത് തീവ്രവാദ ബന്ധമുള്ളവരെ വെള്ളപൂശാനാണ്. അതുപോലെ തന്നെ തീവ്രവാദത്തെ ന്യായീകരിക്കാൻ സമസ്തയെ ലീഗിനെതിരെ സമസ്ത തുറന്ന പോരിന്. സമസ്ത ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ലീഗ് മുഖപത്രത്തിൽ ലേഖനം പ്രസിദ്ധീകരിച്ചത് തീവ്രവാദ ബന്ധമുള്ളവരെ വെള്ളപൂശാനാണെന്ന് സംയുക്ത പ്രസ്താവനയിൽ നേതാക്കൾ ആരോപിച്ചു. തീവ്രവാദത്തെ ന്യായീകരിക്കാൻ സമസ്തയെ ബലിയാടാക്കാൻ അനുവദിക്കില്ല. തീവ്ര സലഫി ജ്വരം തലയ്ക്ക് പിടിച്ചവരെയും തീവ്രവാദത്തെ ന്യായീകരിക്കുന്നവരെയും നന്നാക്കിയെടുക്കാൻ പ്രധാന വാർത്തകൾ. തീവ്രവാദത്തിനെതിരായ നിലപാടിൽ മുസ്ലിം ലീഗിനൊപ്പം നിലയുറപ്പിക്കാതെ സമസ്ത. തീവ്രവാദത്തെ ന്യായീകരിക്കാൻ സമസ്തയെ ബലിയാടാക്കുന്നത് അനുവദിക്കില്ലെന്ന് സംസ്ഥാന നേതാക്കളുടെ സംയുക്ത പ്രസ്താവന. ലീഗ് ക്യാമ്പയിനെ പിന്തുണച്ച് സമസ്ത ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ചന്ദ്രികയിൽ വന്ന ലേഖനം താൻ എഴുതിയതല്ലെന്ന് ആലിക്കുട്ടി മുസ്ലിയാർ. ഇവർക്ക് ഇത് സംബന്ധിച്ച് ഒരു കത്ത് നൽകുകയും ചെയ്തിരുന്നു. താൻ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടില്ല, തന്റെ പേരിൽ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയത് ശരിയായില്ല, ഇത്തരം സംഗതികൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പോട് കൂടിയാണ് ആ കത്ത് അവസാനിച്ചത്. എന്നാൽ ഇന്ന് വീണ്ടും, അതായത് സമസ്തയും ലീഗും തമ്മിലുള്ള ഈ ഭിന്നത രൂക്ഷമാക്കിക്കൊണ്ടാണ് ഇന്ന് സമസ്തയിലെ ചില നേതാക്കളുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ശ്രമം നടക്കുന്നതായും സമസ്ത നേതാക്കൾ പറയുന്നു. വിവരങ്ങളുമായി കെ ഇല്യാസ് ഉണ്ട് കോഴിക്കോട് നിന്നും. ഇല്യാസ്, എന്തെല്ലാം കാര്യങ്ങളാണ് സമസ്ത നേതാക്കൾ പറയുന്നത്? സന്ധ്യ, കഴിഞ്ഞ ദിവസം ആലിക്കുട്ടി മുസ്ലിയാരുടേതായി ചന്ദ്രിക ദിനപത്രത്തിൽ വന്ന ലേഖനമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. മുസ്ലിം ലീഗ് മുസ്ലിം മതപ്രബോധകരെ വേട്ടയാടുന്നു, ഭരണകൂടം വേട്ടയാടുന്നു എന്നുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. ഈ ക്യാമ്പയിന്റെ ഉദ്ഘാടന ദിവസമാണ് ചന്ദ്രികയിൽ സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ പേരിൽ ഒരു ലേഖനം വന്നത്. എന്നാൽ പിന്നീട് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കത്തെ നിഷേധിച്ചുകൊണ്ടും ഈ ലേഖനം താനല്ല എഴുതിയത് എന്ന് പറഞ്ഞുകൊണ്ടും സമസ്ത ജനറൽ സെക്രട്ടറി തന്നെ മുന്നോട്ട് വരികയും ചന്ദ്രിക അധികൃതർ